ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഒരു പുളിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു പുളിശ്ശേരിയാണ്. അതിനാവശ്യമുള്ള സാധനങ്ങൾ ഞാൻ മോരിലാണ് ഉണ്ടാക്കുന്നത്. ലബാൻ, ഒരു ചെറിയ ഉള്ളി അരിഞ്ഞത്, കുഞ്ഞുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, ഒരു തണ്ട് കറിവേപ്പില, 3 ഉണക്കമുളക്, മഞ്ഞൾപ്പൊടി, ജീരകം, ഒരു പിടി തേങ്ങ, അതിലേക്ക് 2 വെളുത്തുള്ളി, 2 പച്ചമുളക് എല്ലാം ചേർത്ത് വളരെ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. പിന്നെ ആവശ്യമുള്ള സാധനങ്ങൾ: ഉപ്പ്, വെളിച്ചെണ്ണ, ആവശ്യത്തിനുള്ള വെള്ളം, കടുക്, ഉലുവ, കായപ്പൊടി. ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ജാറെടുത്ത് 2-3 ടേബിൾ സ്പൂൺ തേങ്ങ, ചേർത്ത് 2 പച്ചമുളകും 2 വെളുത്തുള്ളിയും, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1/4 ടീസ്പൂൺ ജീരകം. ഇത് നല്ലതുപോലെ അരച്ച് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ആദ്യം നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിനുശേഷം കുറച്ച് വെള്ളം ചേർത്ത് വീണ്ടും ക്രഷ് ചെയ്യും. ജാർ തുറന്ന് സ്പൂൺ കൊണ്ടെല്ലാം ഒന്ന് ഇളക്കിയ ശേഷം ലേശം 2 സ്പൂൺ വെള്ളം കൂടി ചേർത്ത് വീണ്ടും നല്ല പേസ്റ്റായി അരച്ചെടുക്കാം. ജാർ തുറന്ന് നോക്കാം. എല്ലാം നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാം. ശരി, ഉണ്ടാക്കുന്നതിനായി ഒരു പാത്രം വെച്ച് സ്റ്റവ് കത്തിക്കാം. പാത്രം ഒന്ന് ചൂടാകട്ടെ. പാത്രം ചൂടാകുമ്പോൾ ഏകദേശം 1 ടീസ്പൂൺ 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകട്ടെ. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കാം. ഉലുവ ഒന്ന് ചൂടാകട്ടെ. ഉലുവ ചെറുതായി ചൂടാകുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്. കടുക്, ഉലുവ എല്ലാം പൊട്ടാൻ തുടങ്ങി. ഈ സമയം നമുക്ക് 1 ചുമന്നുള്ളി ചെറുതായി അരിഞ്ഞ് 1 ചുമന്നുള്ളി ചേർക്കാം. ചുമന്നമുളക്, 2 കറിവേപ്പില എല്ലാം കൂടി ചേർത്ത് നന്നായി ചെറുതായി ഒന്ന് വഴറ്റുമ്പോൾ നമുക്ക് 1 നുള്ളു കായപ്പൊടി ചേർക്കാം. അതും കൂടി ഇതോടൊപ്പം ഒന്ന് വഴറ്റാം. നല്ല കളർ കിട്ടാനായി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. എല്ലാം കൂടെ നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം. എല്ലാം നന്നായി നോക്കുമ്പോൾ നമുക്ക് ഈ അരപ്പൊന്ന് ചേർക്കാം. അരപ്പ് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ വയ്ക്കാം. കഴുകിയ വെള്ളം കൂടെ ഒഴിക്കാം.
ജാറ് കഴുകിയ വെള്ളം കൂടെ അതിൽ ചേർത്ത് അരപ്പതിൽ കിടന്നൊന്ന് തിളയ്ക്കണം. ഈ സമയം നമുക്ക് പുളിശ്ശേരിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. ഏകദേശം ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. അതും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. തിളക്കട്ടെ. തേങ്ങയെല്ലാം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് മോര് ചേർക്കാം. സാധാരണ എല്ലാവരും തൈര് ഉടച്ചിട്ടാണ് ചേർക്കുന്നത്. ഞാൻ മാർക്കറ്റിൽ നിന്നും ലബാൻ മോര് വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ ദുബായിൽ നിന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മോര ചേർക്കുന്നുണ്ട്. മോര് ചേർത്ത് ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായൊന്ന് ചൂടായാൽ മതി, തിളയ്ക്കൊന്നും വേണ്ട. നമുക്ക് ഈ സമയം ഉപ്പൊന്ന് നോക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കും. ഉപ്പ് കുറവാണ്. ഇളക്കി കൊടുക്കാം. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു പുളിശ്ശേരിയാണ്. പലരും പല രീതിയിൽ ഉണ്ടാക്കും. ഞാൻ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കി. മോരിന് ആവശ്യത്തിന് പുളിയൊക്കെ ഉണ്ട്. ചെറുതായി ഒന്ന് ചൂടാവട്ടെ. മോര് ചെറുതായി ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യും. ആ ചൂട് മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ പിരിഞ്ഞു പോകും. ഇത് വെറുതെ കുടിക്കാനും നല്ലതാണ്. നല്ല സ്വാദിഷ്ടമായ മോര് കറി റെഡി. തണുത്ത ശേഷം നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. പാത്രത്തിൻ്റെ അടപ്പ് മാറ്റി നോക്കാം. ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം നമുക്ക്. മോര് കറി റെഡി. നല്ല സ്വാദിഷ്ടമായ മോര് കറി റെഡി. എൻ്റെ വീഡിയോ അതേ കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. ഈ പുളിശ്ശേരി നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വളരെ സിമ്പിളായ ഒരു പുളിശ്ശേരി റെസിപ്പിയാണിത്. ചിലരൊക്കെ തൈര് കൊണ്ട് ആണ് ഉണ്ടാക്കുന്നത്. ഞാനിത് മോര് കൊണ്ട് തന്നെ ഉണ്ടാക്കിയതാണ്. ലബാൻ, ഈ മോര്, ഈ ലബാൻ. സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും.